ഗ്രഹങ്ങളും രത്നങ്ങളും ചർച്ചയാകുന്ന രത്നശാസ്ത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സുസ്വാഗതം സർ. നമസ്കാരം. നമസ്തേ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മകരം രാശിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. മകരം രാശിയിൽ തന്നെ ചന്ദ്രൻ്റെ കാപ്രിക്കോൺ മൂണിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അവിടെ മൂണിന് വരുന്ന ആ ഒരു ചേഞ്ചസിനെ കുറിച്ച് നമ്മൾ പറയും. കർക്കിടകത്തിൽ നിന്ന് കർക്കിടകത്തിൽ ഡീപ്പ് ഇമോഷൻ ആയിരുന്നെങ്കിൽ കാപ്രിക്കോണിൽ ഫോഴ്സിബിളി ഉള്ളി ചേഞ്ച് ക്യാരക്ടർ മാറുകയാണ്. അതെ, ക്യാരക്ടർ മാറി കരിയർ ഫോക്കസ്ഡ് ആയിട്ട് വളരെ ആയിട്ട് ഡിസിപ്ലിൻ ആൻഡ് വെൽ ഓർഗനൈസ്ഡ് വിത്ത് സാറ്റൻ. ഇതാണ് അതിൻ്റെ കറക്റ്റ് വേർഡ്. ഡിസിപ്ലിൻ ആൻഡ് വെൽ ഓർഗനൈസ്ഡ് വിത്ത് സാറ്റൻ. ആ സാറ്റൻ്റെ ക്യാരക്ടർ കിട്ടി മകരം രാശിയിൽ ചന്ദ്രൻ വന്നപ്പോൾ ചന്ദ്രനും. ഇതാണ് നമ്മളന്ന് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എല്ലാ ഗ്രഹങ്ങളും ഈ പറഞ്ഞതുപോലെ ഓൺ ക്ഷേത്രങ്ങൾ കംഫർട്ടബിളാണ്. മറ്റ് ക്ഷേത്രങ്ങളിൽ മറ്റ് ഹൗസസിൽ ചെല്ലുമ്പോൾ ആ ഹൗസിൻ്റെ ക്യാരക്ടറും കൂടെ ഈ ഗ്രഹങ്ങളുടെ ക്യാരക്ടറിനെ ബാധിക്കും. എന്ന് മാത്രമല്ല, അത് ഏത് ഭാവത്തിലാണ്, ഫസ്റ്റ് ഹൗസ് ലഗ്നത്തിൻ്റെ ഏത് ഭാഗത്തിലാണ് നിൽക്കുന്നത് എന്ന് കൂടെ ഉള്ള ഒരു സവിശേഷത കൂടെ ഉണ്ട്. അപ്പോൾ റോങ് പ്ലാനറ്ററി പൊസിഷനിൽ പോയി ഒരു ഗ്രഹം പോയി നിൽക്കുമ്പം അത് ഫസ്റ്റ് ഹൗസിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ലഗ്നത്തെ, നമ്മുടെ ശരീരത്തെയും എല്ലാത്തിനകത്തെയും ബാധിക്കും. വളരെ റോങ് ആയിട്ടാണെങ്കിൽ നമുക്ക് ഡിസബിലിറ്റി വരെ കാണാം. സെക്കൻഡ് ഹൗസിലോട്ട് പോയപ്പോൾ നമ്മളുടെ എഡ്യൂക്കേഷന്, നമ്മളുടെ പ്രസൻറ്റേഷൻ ഓഫ് ടോക്കിങ്, മണി മാറ്റേഴ്സ്, ഇതിനെല്ലാം ബാധിക്കാന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹൗസിൻ്റെ ഓണർ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ ഇത് അല്ല കേട്ടോ, നേരെ ചരിത്രം വേറെയായി, അന്നേരം തന്നെ മാറി. അപ്പം അങ്ങനെയാണ് ഈ ഗ്രഹങ്ങളെ പറ്റി നമുക്ക് കൃത്യമായിട്ട് പഠിക്കണം. അല്ലെങ്കിൽ വ്യക്തിയിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ആ വ്യക്തിയുടെ കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം വെച്ചിട്ട് മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ജനറലായിട്ട് ചന്ദ്രൻ സോഫ്റ്റാണ്, അമ്മയാണ്, മൂണാണ്, ഫീലിങ്സ് ആണ്, ടച്ച് ഫീലിംഗ് ആണ്, സെൻസിറ്റിവിറ്റി ആണ് എന്ന് പറയുന്ന പക്ഷേ ആ മൂൺ തന്നെ കാപ്രിക്കോണി വന്നപ്പം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറി. ആ കാപ്രിക്കോണിൽ നിന്നിട്ട് സ്വന്തം വീട്ട് കർക്കിടകത്തിലോട്ട് നോക്കിയാണ് നിൽക്കുന്നത്. എൻ്റെ വീട് അവിടെയായിരുന്നു, ഞാൻ അവിടെയാണ് ജനിച്ചത്, അയ്യോ കുട്ടിക്കാലത്ത് ഇങ്ങനെയായിരുന്നു, അമ്മ എടുത്തുകൊണ്ട് നടന്നു. ഇതൊന്നും, ആ ചിന്തകളൊന്നും ഈ കാപ്രിക്കോണിലില്ല. കാപ്രിക്കോണിൽ വന്നപ്പോൾ പുള്ളി കരിയർ ഫോക്കസ്ഡ്. കാരണം മേടത്തിൻ്റെ 10th ഹൗസ് കാപ്രിക്കോൺ, കരിയർ ഓറിയൻറ്റഡ്, പബ്ലിക് ഇതിലേക്ക് വന്നപ്പം ആ മൂണിൻ്റെ സവിശേഷതകളിലേക്ക് മാറി. എല്ലാ ക്യാരക്ടറെല്ലാം മാറി. വേറൊരു വെൽ ഓർഗനൈസ്ഡ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളത്, അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി വന്നു ആർക്ക്? മൂണിന്. അത് സാധാരണ പറയാറില്ല. മൂൺ ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ഒരാളാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം പുള്ളി വളരെ സോഫ്റ്റാണ്, വിട്ടുവീഴ്ചയാണ്, അല്ലേ? അതെ, എല്ലാം ഒരു പോട്ടെ, സോഫ്റ്റായിട്ട് അങ്ങനെ മതി, എനിക്കിത് മതി, ഞാൻ ഹാപ്പി എന്നുള്ള ആ ഒരു ലെവലിൽ പോകുന്ന ആൾ. പക്ഷെ ഇവിടെ ലീഡർഷിപ്പായി, കംപ്ലീറ്റ്ലി ആളൊന്ന് ചേഞ്ച് ആയി. പക്ഷെ ആ ചേഞ്ച് ആൾക്ക് വളരെ പോസിറ്റീവായിട്ട് വരുന്ന രീതിയിലേക്കാണ്. കാരണം വെച്ചാൽ കരിയറിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറയായിരുന്നു, നമ്മൾ മനസ്സ് വെച്ചാൽ സാധിക്കാത്തൊരു കാര്യമില്ല എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ആ മനസ്സിൻ്റെ കാരഗ്രഹം ചന്ദ്രൻ കാപ്രിക്കോണിൽ വന്നപ്പോൾ പുള്ളി മനസ്സ് വെച്ചു, ഞാൻ കരിയർ, കാപ്രിക്കോൺ 10th ഹൗസാണ്, കരിയറാണ്, ഇത് ഞാൻ നേടും, ഇത് ഞാൻ അച്ചീവ് ചെയ്യും, ഇവിടെ ഇന്ന തരത്തിൽ ഞാൻ എൻ്റെ ബ്രാഞ്ചസ് ഇവിടെ കൊണ്ടുവരും, മനസ്സിലായല്ലേ? ഇന്ന പോലെ പഴയ ഇതിൽ നിന്നെല്ലാം വ്യത്യാസപ്പെടുത്തി എൻ്റെ പ്രസ്ഥാനങ്ങൾ, ഓർഗനൈസേഷൻ, ഇതെല്ലാം എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ ജീവിക്കുന്ന എന്നോട് അസോസിയേറ്റ് ചെയ്യുന്നവർ എല്ലാവർക്കും നല്ല ലെവലിൽ കൊണ്ടുപോകണം. ഇങ്ങനെയുള്ള ചിന്തകളാണ്. ഒരു സെൽഫിഷ് ക്യാരക്ടർ അല്ല അവിടെ വരുന്നത്. പബ്ലിക്കിലേക്കാണ് വരുന്നത്. പബ്ലിക്കിനും കൂടെ ഗുണപ്രദമായ രീതിയിൽ എൻ്റെ ബിസിനസ് അല്ലെങ്കിൽ എൻ്റെ തൊഴിൽ രംഗം, എൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ ഉടലെടുക്കുന്നു. മനസ്സിൽ എന്ന് പറഞ്ഞാൽ മനസ്സ് ആരാണ്? ചന്ദ്രനാണ്.
ആ ചന്ദ്രൻ കാപ്രിക്കോണി വന്നപ്പം അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് പോയി, ലീഡർഷിപ്പ് ക്വാളിറ്റി പോയി, വെൽ ഓർഗനൈസ്ഡായി. മനസ്സിലല്ലേ? ഓക്കെ, അപ്പോൾ ആ രീതിയിലേക്ക് ആ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചസിലേക്ക് ഈ 3 എത്തിപ്പെടുന്നു. ഓക്കെ, അവിടെ നമ്മൾ പറയുക ഒരു ചാർട്ടും കൂടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി. ആ ചാർട്ടിൽ ആൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് നിൽക്കുന്നതും ഈ പറയുന്ന ചന്ദ്രൻ്റെ രത്നമാണ്, ചന്ദ്രകാന്തമാണ് നമ്മൾ പറഞ്ഞത്. അതും ഒരു നല്ല ക്യാരക്ടേജിൽ അവരോട് ഉപയോഗിക്കാനായിട്ട്. നമ്മൾ ഈ ചന്ദ്രരത്നമായിട്ട് വേറൊരു രത്നമായിട്ട്, ഇപ്പോൾ ചന്ദ്രരത്നം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് മീന ലഗ്നം വന്നു, അതെ, ചന്ദ്രൻ കാപ്രിക്കോണിൽ നിൽക്കുന്നു ആൾക്കാണ് ഏക രത്നം, അതായത് ഏക പ്ലാനറ്റ് ചന്ദ്രനേ ഉള്ളൂ. അതിൻ്റെ ചന്ദ്രകാന്തത്തിൻ്റെ സ്റ്റോണ് ഒരു 10 ക്യാരറ്റിന് മേളിൽ പുള്ളി ഉപയോഗിക്കുമ്പോൾ പുള്ളിയുടെ മനസ്സിന് ഉണ്ടാകുന്ന സന്തോഷം, കംഫർട്ടബിള്, എന്ത് കാര്യങ്ങളും പക്വതയോടെ കാണാനുള്ളത്, ഈ കാപ്രിക്കോൺ മൂണിലെ ക്യാരക്ടർ, കരിയർ ഓറിയൻറ്റഡ് എല്ലാം വരുന്നതോടൊപ്പം തന്നെ ആ ചന്ദ്രനും അവിടെ ബലപ്പെടുകയാണ് ചെയ്യുന്നത്. ചന്ദ്രൻ ബലപ്പെട്ടാലേ ഇതെല്ലാം നമുക്ക് നടക്കുള്ളൂ. ബേസിക്കലി ആ പ്ലാനറ്റിനെ ബലപ്പെടുത്തുകയാണ് രത്നങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഓർത്തോണം, റോങ് ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ കല്ലെടുത്ത് അതിനെ ബലപ്പെടുത്തിയാലുള്ള സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു റോങ് എഫക്റ്റ് തന്നെ ഇതാണ് നമ്മളെന്നും രത്നശാസ്ത്രത്തിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതായത് ഒരു എംപവർമെന്റ് ആണ് ഈ ഒരു സ്റ്റോൺ കൊണ്ട് നമുക്ക് നടക്കുന്നത്. അത്രയോ നടക്കുന്നുള്ളൂ. അത് പോസിറ്റീവ് ആണെങ്കിൽ അത് ഒന്നുകൂടെ പോസിറ്റീവ് ആവും. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഗ്രഹങ്ങളുടെ രത്നങ്ങളിട്ട് നിങ്ങൾക്ക് അത് നേരെയാക്കാമെന്ന് വിചാരിക്കരുത്. അങ്ങനെയാണെങ്കിൽ രത്നങ്ങൾ മാത്രം മതി ഇവിടെ, വേറെ ഒന്നും വേണ്ട. കുട്ടി ജനിക്കുന്നു, ഏതൊക്കെ റോങ് പ്ലാനറ്റ് ഉണ്ട് അതിൻ്റെ എല്ലാം രത്നം മേടിച്ചിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഇത് പൂർവ്വ ജന്മത്തിൻ്റെ കാർമിക് ഗുണങ്ങൾ ദോഷ ഫലങ്ങൾ കൊണ്ടാണ് നമ്മളുടെ ബർത്ത് ചാർട്ട് അതാണ് പറയുന്നത്. അത് ആചാര്യനതമാരതാണ് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ പറയുന്നതല്ലത്. അപ്പോൾ ആ പൂർവ്വജന്മത്തിൻ്റെ ഇമ്പാക്ട്സുകൾ പല കാര്യങ്ങൾക്കും നമുക്ക് പരിഹാരങ്ങളില്ല, അനുഭവിച്ച് തന്നെ പോകണം. അതിന് കല്ലുകളില്ല. ഞാൻ ആദ്യമേ ഒരു എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇടവ ലഗ്നം 6 നീചപ്പെട്ട് നിൽക്കുന്ന ഗ്രഹമായ സൂര്യൻ്റെ രത്നം ഒരു കാരണവശാലും ധരിക്കരുത്, പ്രത്യേകിച്ച് ആദിത്യ ദശയിൽ. ആ വ്യക്തിക്ക് ആദിത്യ ദശയാണെങ്കിൽ പറഞ്ഞിട്ട് 6th ഹൗസ് ഇടവ ലഗ്നം, 6th ഹൗസിൽ സൂര്യൻ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാമല്ലോ. നിങ്ങളുടെ ചാർട്ടിൽ സൂര്യൻ എവിടെ നിൽക്കുന്നത്, ഏതാണ് ലഗ്നം, ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് നോക്കിയാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ 6th ഹൗസ് എങ്കിലും പഠിച്ചു വെക്കുക. 6th ഹൗസ് പഠിച്ചു വെച്ചാൽ നമുക്ക് എന്താണ്, നമുക്ക് രോഗങ്ങളുടെ കാലഘട്ടമാണോ വരുന്നത്, നമ്മുടെ ഹെൽത്ത് എങ്ങനെ സൂക്ഷിക്കണം, എന്ത് ഹെൽത്ത് ഇഷ്യൂസാണ് വരുന്നത്. അപ്പോൾ 6ൽ സൂര്യൻ നീചപ്പെട്ട് നിന്നാൽ ഞാൻ പറഞ്ഞായിരുന്നു വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വന്നു. കാരണം വെട്ടവും പ്രകാശവും ഒന്നും കിട്ടുന്നില്ല, ബൈ ബർത്തിലില്ല. അങ്ങനെയുള്ള ആൾക്കാർ വെളിയിൽ പോയി എപ്പോഴും നമ്മൾ വെട്ടവും പ്രകാശവും വെളിച്ചവും കളറും ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും പുള്ളിക്ക് ഇതേ പറയാനുള്ളൂന്ന്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മളൊരു ഇൻഡോർ പ്ലാന്റ് പോലും നമ്മുടെ വീടിന് മുറിക്കുള്ളിൽ വെക്കുന്ന ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടല്ലോ, അതുപോലും വൺസ് ഇൻ എ വീക്ക് നമ്മൾ പുറത്തെടുത്ത് വെക്കണമല്ലോ. ആ സൂര്യപ്രകാശം ഒന്ന് കിട്ടണ്ടേ അതിന്. അതെ. അപ്പോൾ ഡെയിലി നമുക്ക് കിട്ടുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണ്, ഇത് കിട്ടാതെ എന്നും 10 മണി വരെ കിടന്നുറങ്ങുന്ന ഒരാളുടെ സ്ഥിതി വിശേഷം എന്താണ്, അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ. എനിക്ക് തോന്നുന്നു ആ ഒരു കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. എനിക്ക് തോന്നുന്നു ഈ സൂര്യരത്നത്തെക്കുറിച്ച് നമ്മൾ എത്ര എപ്പിസോഡുകൾ സംസാരിച്ചാലും അതൊരു നെവർ എൻഡിങ് സബ്ജക്റ്റ് ആയിട്ടാണ്. അതെ 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 അതെന്ന് വെച്ചാൽ നമുക്ക് ഈ സൂര്യരത്നമെന്നല്ല, ഏത് രത്നത്തെക്കുറിച്ചും ഏത് ഗ്രഹത്തെക്കുറിച്ചും നമുക്ക് ഒരു വാചകത്തിലോ ഒരു എപ്പിസോഡിലോ 10 എപ്പിസോഡിലോ തീർക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് സ്ട്രീം ലൈൻ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ സൂര്യനെക്കുറിച്ച് പറയുമ്പം സൂര്യനിപ്പം നമ്മൾ ഇടവ ലഗ്നത്തിൽ നിൽക്കുന്ന ഒരു പൊസിഷൻ്റെ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഈ മേടം മുതൽ ബാക്കി കിടക്കുന്നു 12 ഹൗസ്. മേടം മുതൽ മീനം വരെയുള്ള 12 ഹൗസസിൽ
ആ സൂര്യൻ്റെ എഫക്റ്റുകളെ കുറിച്ച് പറയാൻ കിടക്കുന്നു. അപ്പോൾ എത്ര എപ്പിസോഡ് പോയി, മനസ്സിലായില്ലേ? അപ്പം അതൊരു നെവർ എൻഡിങ് സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് തേങ്ങാപ്പിരി ഇടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഈ ഇതെല്ലാം വരും. അപ്പോൾ അപ്പോഴാണ് നമ്മൾ പ്രേക്ഷകരുടെ കുറേ കാര്യങ്ങൾ വന്നു, അവരുടെ കുറച്ച് സംശയങ്ങൾ വന്നു. അത് നമ്മൾ പബ്ലിക്കായിട്ട് നമുക്ക് സംസാരിക്കാം. എല്ലാവരുടെയും നമുക്ക് റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അതുപോലെ നമുക്ക് എൻക്വയറീസും കാര്യങ്ങളും സംശയങ്ങളും ഉള്ളത് കൊണ്ട് അതാണ് നമ്മൾ ജനറലി ഇങ്ങനെ ഗ്രഹനിലകളും ഒക്കെ എടുത്തിട്ട് സംസാരിക്കുന്നത്. ഇപ്പം നമ്മൾ രത്നങ്ങളെക്കുറിച്ച് ഇപ്പോൾ റൂബിയുടെ കാര്യങ്ങൾ പറഞ്ഞു, അതിൻ്റെ ഉപയോഗ രീതികൾ, ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ പേളിനെക്കുറിച്ചും ചന്ദ്രരത്നമായ പേളിനെക്കുറിച്ചും അതിൻ്റെ ഉപരത്നമായിട്ടുള്ള ചന്ദ്രകാന്തത്തെക്കുറിച്ചും അതിൻ്റെ ഉപയോഗത്തും ക്യാരറ്റേജിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പേളിനെക്കുറിച്ച് നമ്മൾ മുമ്പുള്ള ഒരു എപ്പിസോഡിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ബ്യൂട്ടിഫൈയിങ് സ്റ്റോണായിട്ട് നമ്മൾ പേളിനെ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗ രീതികളെക്കുറിച്ച് നമ്മൾ പറയുകയാണ്. അപ്പം ആ ഒരു കാറ്റഗറിയിൽ വരുന്ന മറ്റ് രത്നങ്ങൾ നമ്മൾ പ്രേക്ഷകരോട് പരിചയപ്പെടുത്തി. എനിക്ക് തോന്നുന്നു നമ്മൾ ശരിക്കും പേള്, മാലക്കൈറ്റ്, റോസ് ക്വാർട്സ്, ഈ 3 രത്നങ്ങൾ എങ്ങനെയാണ് മനുഷ്യനെ രൂപഭംഗിയിൽ നമുക്ക് അത് എന്തൊക്കെ നമുക്ക് ഗുണഫലങ്ങൾ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടതും ആയിട്ടുള്ള സ്റ്റോൺസ് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പം അത് ഇപ്പം നമ്മുടെ ജെയ്ഡിൻ്റെ റോളേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ജെയ്ഡിൻ്റെ വലിയ കബോഷനായിട്ടുള്ള കല്ല് വെച്ചിട്ട് അത് റോളർ ഉണ്ടാക്കിയിട്ട് റോളർ മസാജ്, ഫേസ് മസാജ് പോലെയുള്ള കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുന്നു ജെയ്ഡ്, സോറി റോസ് ക്വാർട്സ്. അപ്പോൾ റോസ് ക്വാർട്സിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം പറഞ്ഞു, ഇപ്പം നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജെയ്ഡ് എന്ന് പറഞ്ഞാൽ മറ്റൊരു പച്ച നിറത്തിലുള്ള കല്ല്. പ്രകൃതി ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കല്ലാണ്. ജെയ്ഡിലെ ലൈറ്റ് നെഫറൈറ്റ് എന്ന് പറഞ്ഞ് രണ്ട് വിഭാഗത്തിൽപ്പെട്ട ജെയ്ഡുകളാണ് നമുക്ക് ഭൂമിയിൽ ഉണ്ടാകുന്നത്, മനസ്സിലായില്ലേ? അത് പച്ച നിറത്തിലുള്ള ജെയ്ഡുണ്ട്, മഞ്ഞ നിറത്തിലുള്ള ജെയ്ഡുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് പച്ച നിറത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു കിഡ്നി ഷേപ്പിലാണ് ഇത് ഭൂമിക്കടിയിൽ ഉണ്ടായി വരുന്നത്. എല്ലാ തലമല്ല, ഓൾമോസ്റ്റ് ഇന്ന് കിഡ്നിയുടെ ഷേപ്പ്. അതുകൊണ്ട് കിഡ്നി സ്റ്റോൺ എന്നൊരു പേര് ഈ ജെയ്ഡിനുണ്ട്. അങ്ങനെ വിളിപ്പേരുണ്ട്, അത്രേ ഉള്ളൂ. അത് ഈ പറഞ്ഞ പോലെ ഒരു കബോഷൻ രീതിയിൽ നമ്മൾ കാപ്പിക്കുരു പോലെ വന്നിട്ട് അതിൻ്റെ കട്ടിങ് അതാണ് കബോഷൻ കട്ടിങ് എന്ന് പറയുന്നതാണ് നമ്മൾ ഫസ്റ്റ് കട്ടിങ്. അത് രത്നം ആദ്യകാലങ്ങളിൽ നൂറ്റാണ്ടുകളാട്ടോ, എത്രയോ 10,000, 5,000, 6,000, 7,000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ രത്നങ്ങൾ, ഈ റോസ് ക്വാർട്സ് ഒക്കെ വളരെ പ്രാചീന കാലം മുതൽ ഉണ്ടായിരുന്ന പറയുന്നു, മനസ്സിലല്ലേ? ന്യൂ സ്റ്റോൺ ഏജിലൊക്കെ ഈ രത്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ചോണം, അത്രത്തോളം പഴക്കം രത്നങ്ങൾ ഭൂമിയിലുള്ളതാണല്ലോ. ഭൂമിയും മനുഷ്യനും രത്നങ്ങളും ജീവജാലങ്ങളും എല്ലായിട്ട് വളരെ ഇന്റർ കണക്റ്റഡ് അല്ലേ? രത്നം വേറൊരു സെപ്പറേറ്റ് സെഗ്മെന്റ് അല്ല, ആദ്യകാലം തൊട്ടേ ഇതുള്ളതാണ്. മനുഷ്യനുമായിട്ട് ചേർന്ന് പോകത്തക്ക രീതിയിലുള്ള പല കാര്യങ്ങൾ നമുക്ക് പ്രകൃതി ഇണക്കി തന്നിട്ടുണ്ട്. അതിലാണ് രത്നങ്ങൾ. രത്നങ്ങൾ പല വിഭാഗത്തിൽ പെട്ട അതിൻ്റെ സ്റ്റഡീസ്, അതിൻ്റെ മൈനിങ് ഒക്കെ വന്നപ്പോൾ അതിന് പലതരത്തിലുള്ള അതിന് പേരുകൾ ഇട്ടു. പലതരത്തിലുള്ള മിനറൽ കണ്ടൻസ് ഉണ്ടെന്ന് അതിനകത്ത് കണ്ടെത്തി. ആ കണ്ടൻസ് അടങ്ങിയ രത്നങ്ങൾ ആർക്കൊക്കെ മാച്ചിങ് ആണെന്ന് പറഞ്ഞിട്ട് അതിനൊരു സ്റ്റഡീസ് നടത്തി. അതിനൊരു ജമ്മോളജി എന്ന് പറഞ്ഞൊരു പേരിട്ടു. ജെംസിനെ കുറിച്ച് പഠിക്കാനും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനായിട്ടുള്ള ജമ്മോളജി വന്നു. അനേകം മിനറൽസിനെ കുറിച്ചുള്ള മിനറോളജി വന്നു. മൈനിങ് ആൻഡ് ജിയോളജി വന്നു. നോക്കിക്കണം പോകുന്ന കാര്യങ്ങൾ പഴയതൊക്കെ വളരെ വ്യത്യാസമായിട്ട് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ വന്നു. മൈനുകൾ, പുതിയ മൈനുകൾ വന്നു. പണ്ടത്തെ കാലത്ത് അറിയുന്ന ഇത് പറഞ്ഞ പോലെ റൂബിയുടെ മൈന്, അല്ലെ കൊളംബിയൻ എമറാൾഡ്, സാമ്പിയൻ എമറാൾഡ്, ഇങ്ങനെയൊക്കെ പല പേര് കേട്ട മൈനുകളും ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അതെപ്പോഴും മനുഷ്യൻ്റെ മനസ്സിലും ഇൻ്റർനെറ്റ് ചെക്കിയാലും വരും. പക്ഷേ പുതിയ മൈനുകൾ ധാരാളം ഉണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ധാരാളം രത്നങ്ങൾ മൈൻ ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ജെയ്ഡ്, അതിൻ്റെ ഒരു പ്രത്യേകതകൾ നമുക്കൊരു ബ്രേക്കിന് ശേഷം പ്രേക്ഷകരോട് പങ്കുവയ്ക്കും.
വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ ജെയ്ഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോണിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ രീതികൾ അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിനും ഈ ബ്യൂട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിൽ ധാരാളമുണ്ട്. ഇത് പുരാതന കാലം എന്ന് ഞാൻ പറഞ്ഞല്ലോ, നാഗപ്പച്ച എന്നാണ് നാട്ടു പേരായിട്ട് അറിയപ്പെട്ടു വന്നിരുന്നത് ജേഡ് സ്റ്റോണുകൾ. അതിനകത്ത് മാഗ്നീഷ്യവും അയൺ കണ്ടൻസാണ് ഇതിന് ആ പച്ചനിറം കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് ചൈനയിൽ ഇതിന് യു ഷീന്ന് ഒരു പേരുണ്ട് അവരുടെ. അതുപോലെ ചൈനയിൽ ഇത് ഇഷ്ടം പോലെ ഇതുകൊണ്ടുള്ള കാർവിങ്, ഗ്ലാസ്സുകൾ, വലിയ രൂപങ്ങൾ, സ്കൾപ്ചേഴ്സ്, സ്റ്റാച്യൂസ് എല്ലാം ജെയ്ഡിൽ കിട്ടും. ജെയ്ഡ് ഗണപതി ഭയങ്കര ഫേമസ് ആണ്. ഇപ്പം നമ്മൾ ജയ്പൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ജെയ്ഡിൻ്റെ കേന്ദ്രങ്ങളിൽ ജെയ്ഡിൻ്റെ ഗണപതി, വലിയ ഗണപതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാർവ് ചെയ്തെടുത്തിരിക്കുന്നുണ്ട്. നമ്മുടെ കോട്ടയത്തെ ഷോപ്പിൽ റോസ് കോട്ട്സിൻ്റെ വലിയ ഗണപതി ഇരിപ്പുണ്ട്. ജെയ്ഡിൻ്റെ വലിയൊരു ഗണപതി ഇരിപ്പുണ്ട്. അത് കാർവ് ചെയ്ത് സ്റ്റോണിൽ തന്നെ വരുന്നതാണ്. ഒറ്റ സിംഗിൾ സ്റ്റോണിൽ കാർവ് ചെയ്തിരിക്കുക. ഒരു 10-20-25 കിലോ ഭാരം വരും. അവിടെ 2 ഷോപ്പിൽ ഉണ്ട്. അതിന് പണം പിക്ചർ വേണം നമുക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ, അന്നേരം മനസ്സിലാവും അതിനകത്ത്. അപ്പം ഇങ്ങനെയാണ് ഇത്. ഈ കല്ലുകൾ, പല കല്ലുകളും നമുക്ക് ഇതുപോലുള്ള കാർവിങ് സ്റ്റോൺസ് ആയിട്ട് ഉപയോഗിച്ച് വരുന്നതിൽ ഒന്ന് ജെയ്ഡാണ്. ജെയ്ഡ് ശരിക്കും എമറാൾഡിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടും ഉപയോഗിക്കാം. ഓക്കെ, ആ ഒരു കളറും ഇത് മാച്ചായി പോകുന്നതാണല്ലേ? ജെയ്ഡ് പച്ച കളറിലല്ലേ? പച്ച കളറ് ബുധൻ്റെ കളറാണല്ലോ. ബുധൻ പച്ചയാണ്. ഈ കല്ലുകളെല്ലാം പച്ചയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ജെയ്ഡിൻ്റെ മൈനിങ് ഏരിയയിൽ വരുന്ന സ്ഥലത്ത് ഈ അവഞ്ചുറൈൻ എന്ന് പറയുന്ന സ്റ്റോണും കിട്ടും. അത് ഈ ഒരു കാറ്റഗറിയിൽ തന്നെ പെടുന്ന അതിനൊരു ലൈൻ. വെഞ്ചുറൈനും ജെയ്ഡും ചിലപ്പോൾ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ ഉള്ള ഡിഫറൻസ്. എമറാൾഡാണ് ഇവരുടെ എല്ലാം പ്രീഷ്യസ് കാറ്റഗറി വരുന്ന സ്റ്റോണ് എമറാൾഡാണ്. അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് ഈ ജെയ്ഡ് അല്ലെങ്കിൽ അവെഞ്ചുറൈൻ എന്ന് പറയുന്ന രത്നങ്ങൾ. ജംഫീൽഡ് എന്ന് പറഞ്ഞ ഒരു ലണ്ടൻ കമ്പനിയാണ് ഇതിനകത്ത് മൈനിങ്ങിൽ. അവരാണ് ഈ എമറാൾഡിൻ്റെ ഒക്കെ ഈ സാമ്പിയൻ മൈൻ ചെയ്യുന്നതിൽ പ്രധാന റോള് ജംഫീൽഡിന്. അത് ലണ്ടനിൽ ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അത് തന്നെ മാത്രമല്ല, റൂബിയുടെ മൊസാംബിക് റൂബി മൈനിങ് ചെയ്യുന്നത് ഈ മെയിൻ കമ്പനിയാണ്. വലിയ ചെറിയ പരിപാടിയല്ലത്. ഡീബേഴ്സൊക്കെ ഉണ്ടല്ലോ, ഡയമണ്ട്സിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞ പോലെ വലിയ കമ്പനികളെ കൊണ്ട്, ഒരു സാധാരണ ഒരാളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. വലിയ കമ്പനികളെ കൊണ്ട് വലിയ ചെലവേറിയ കാര്യങ്ങളാണ്, പ്രോസസ്. ഒരുപാട് വർക്ക്മാൻഷിപ്പ് ഇൻവോൾവ് ആണ്. ലേബേഴ്സ് കണ്ടമാനം വേണം. മൈനിങ്ങിന് ഒരുപാട് സെക്യൂരിറ്റി വേണം, അല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് മൈനിങ് എടുക്കുക ചെറിയ വലിയ പണ്ടത്തെ മുതലുള്ള വലിയ കമ്പനികളാണ് മൈനിങ്. അവിടുത്തെ ഗവൺമെൻറ്റുമായിട്ടുള്ള കോൺട്രാക്റ്റിൽ അവർ മൈൻ ചെയ്തെടുക്കുവാണ്. ലോട്ടറി അടിക്കുന്ന പോലെയാണ്. ചിലപ്പോൾ അത് പോകും. അങ്ങനെയാണ് ഇതിനകത്ത് ഗ്ലാസ് ഫില്ലിംഗ് ഒക്കെ വരുന്നത്. നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കല്ലുകൾ മൈൻ ചെയ്തെടുത്തതിനകത്ത് ഫ്രാക്ചേഴ്സ് വരുന്നത് ഗ്ലാസ് ഫില്ല് ചെയ്ത് മാർക്കറ്റിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അൺഫോർച്ചുനേറ്റ്ലി അതാണ് ഇപ്പോൾ കൂടുതൽ മാർക്കറ്റിലുള്ളത് എന്നുള്ളതാണ് വേറൊരു സത്യാവസ്ഥ. ഇപ്പോൾ ഈ ജെയ്ഡ് ആണെങ്കിൽ നമുക്ക് ജെയ്ഡിൻ്റെ ബാൻഡുകളോ അല്ലെങ്കിൽ ജെയ്ഡിൻ്റെ ബാൻഡുകൾ ഉപയോഗിക്കാം. എമറാൾഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്, ബുധൻ്റെ രത്നമായിട്ടുള്ള എമറാൾഡ് യൂസ് ചെയ്യുന്നവർക്കെല്ലാം ഈ സബ്സ്റ്റിറ്റ്യൂട്ട് കല്ലുകളും അതിൻ്റെ കൂടെ മാച്ചിങ് ആണ്. എമറാൾഡ് നമുക്ക് ബുധൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ബുധന്. അപ്പോൾ ആ ഒരു രത്നം സൂട്ടബിൾ ആകുന്ന ഒരു വ്യക്തിക്ക് ഈ ജെയ്ഡും തീർച്ചയായിട്ടും ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ ജെയ്ഡ് ഉപയോഗിക്കുന്നതൊക്കെ നല്ല ഭയങ്കര മെമ്മറി ഉണ്ടാകും. പിന്നെ ഇതിൻ്റെ തന്നെ റോളേഴ്സ് ഉണ്ട്. ആ റോളേഴ്സ് ഉണ്ട്, വലിയ ജെയ്ഡിൻ്റെ കബോഷൻ ടൈപ്പ്. ഇത് അതിൽ പിടിപ്പിച്ച റോളർ പിടിപ്പിച്ചിട്ട് അതിനുള്ള മെസ്സാജുകൾ പുറത്തൊക്കെ ഉണ്ട്. കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ചെയ്യുന്നതാണ്. സ്കിന്നിൻ്റെ ആ ടോൺ ഇമ്പ്രൂവ് ചെയ്യും. സ്കിൻ ടോൺ, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും ഇത് വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും. അത് ഈ നമ്മുടെ റോസ് കോട്ട്സിനും ഉണ്ട്, ജെയ്ഡിനും റോളേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് സ്റ്റോണിനെ കുറിച്ചുള്ള വിവരങ്ങളും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടും സമ്പന്നമായിരുന്നു നമ്മുടെ എപ്പിസോഡ്. എനിക്ക് തോന്നുന്നു കൂടുതൽ രത്നവിശേഷങ്ങളായിട്ട് അടുത്ത വരുന്ന എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമസ്കാരം.